ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ചിക്കൻ കറി, ക്യാബേജ്, ഒരു സാലഡ് ഇത്രയും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത് ഒരു കുക്കറിലാണ്. 1 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുഴച്ചെടുത്ത് വയ്ക്കാം. ഇനി കുറച്ച് പൊടിക്കാത്ത മസാലകൾ വേണം. 4 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 1.5 ഇഞ്ച് നീളത്തിൽ പട്ട, 1 ടീസ്പൂൺ പെരുംജീരകം. അപ്പോൾ കുക്കർ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാലക്കൂട്ടുകൾ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 സവാള അത് നീളത്തിൽ അരിഞ്ഞാണ് അത് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പഴുത്ത തക്കാളിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെപ്പറും ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡറാണ്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാലും മതി. ഇനി പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ക്യാബേജ് റെഡിയാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക്, ഒരു നുള്ളു ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച ഒരു 2 കപ്പ് ക്യാബേജും 1 സവാള അരിഞ്ഞതും 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാൾ ഒരൽപ്പം കൂടുതൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡിയായി കിട്ടും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ എടുത്ത് വയ്ക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. 8-10 മിനിറ്റിന് ശേഷമുള്ള ക്യാബേജ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെച്ച ആ സവാളയൊക്കെ ഒന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും സ്റ്റൗ ഓണാക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തത്. ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറിയതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ മല്ലിപ്പൊടി, മുളക് പൊടി അതിൻ്റെയൊക്കെ പച്ചക്കുത്തൊക്കെ മാറി എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. ഓയിൽ പോരാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം എടുത്തു ഇത് നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട്. സവാളയിൽ കുറച്ച് വെള്ളമുള്ളത് അതൊക്കെയും പറ്റി ഇങ്ങനെ സൈഡിലൊന്നും മസാലകൾ പിടിക്കാത്ത തരത്തിൽ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ വിട്ട് വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഇത്. എരിവിനായിട്ട് 3 പച്ചമുളക് ചേർക്കാം. പിന്നെ 1 പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കനിൽ മസാലയെല്ലാം പുരണ്ട് കഴിയുമ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ലിഡ് വെച്ച് അടച്ച് 1 വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കണം. ഒത്തിരി സമയം വെച്ചുകൊണ്ടിരുന്നാൽ ചിക്കൻ വെന്ത് പൊടിഞ്ഞു പോകും. വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഇത് തിളച്ചു തുടങ്ങുമ്പോൾ വേണം അടയ്ക്കാനായിട്ട്. അടയ്ക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈഡിൽ ആ മസാലയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ, നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണല്ലോ മസാലയൊക്കെ മിക്സ് ചെയ്തത്, ആ മസാലയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതും കൂടെ തുടച്ചിട്ട് വേണം ഇങ്ങനെ അടയ്ക്കാനായിട്ട്. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു സാലഡും കൂടെ റെഡിയാക്കിയെടുക്കാം. 1 സവാള, 1/2 തക്കാളി, 1 പച്ചമുളക്, 1 തണ്ട് മല്ലിയില ഇതും ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും തൈരും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാലഡും റെഡിയായി. 1 വിസിലിട്ട് 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ കറക്റ്റ് പരുവത്തിൽ റെഡിയായിട്ടിരിപ്പുണ്ട്. ഇനി നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പോ മസാല എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലിപ്പോൾ വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല. എല്ലാം പെർഫെക്റ്റാണ്. ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഈ 3 കറികളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.